യദു പെർഫോം ചെയ്യുന്ന ഒരു ഷോയെ എക്സലന്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്തായാലും യദു അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. എത്രമാത്രം റിസ്ക് അതിനു വേണ്ടി എടുക്കാറുണ്ട്? ഡിപ്പെൻസ് ആണ്. ഞാൻ 2013 മാജിക് ചെയ്യുന്ന സമയത്ത് ഫയർ എസ്കേപ്പ് ആക്ട് തലകീഴായിട്ട് ചങ്ങലിട്ട് കെട്ടി ക്രെയിനിൽ 20 അടി ഹൈറ്റിലെടുത്ത് വൈക്കോലിനകത്തിട്ട് ബോംബൊക്കെ വെച്ച് കെട്ടി അതിന് തീ കൊടുത്ത് അത് ചാടി പുറത്ത് വരുന്ന ആക്ടൊക്കെ ചെയ്ത ആളാണ്. അത് ആ സമയത്തെടുത്ത റിസ്ക് ആണ്. ഇന്നിപ്പോ ഒരു തന്ത്രവേദിയിലേക്ക് പോയി, അപ്പൊ അത്രയും റിസ്ക് എടുക്കില്ല. എന്നാലും ചെറിയ ചെറിയ റിസ്കുകൾ, ലൈഫ് ത്രെട്ടണിങ് അല്ലാത്ത റിസ്കുകൾ ഇപ്പൊ എടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ, വേറൊരാളെ കൊണ്ട് എടുപ്പിക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു കത്തി വെച്ചിട്ടോ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ചോദിച്ചില്ലേ എന്തൊക്കെയാണ് കൊണ്ട് നടക്കുക എന്നുള്ളത്. ഇതുപോലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം, ഇത് ഡെയിലി ലൈഫിലൊന്നും കൊണ്ടുപോകുന്നതല്ല, അത്യാവശ്യം ഇല്ല, ഞാൻ പറഞ്ഞില്ലേ റിസ്ക് ഞാനാണ് എടുക്കുന്നത്. എന്റർടൈനർ ആണ് റിസ്ക് എടുക്കേണ്ടത്, കാഴ്ചക്കാരല്ല ശരിക്കും. ഓക്കെ, ബ്ലേഡാണ്, നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്. ഞാൻ കയ്യിൽ തരുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. കാരണം ഷാർപ്പായതുകൊണ്ടാണ്, ഞാൻ തന്നെ റിസ്ക് എടുത്തോളാം. ഓക്കെ, ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ബ്ലേഡിന് എൻ്റെ കയ്യിൽ കുറച്ച് റോപ്സ് ഉണ്ട്. ഈ റോപ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 4 കളേഴ്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു റോപ്പുമായിട്ട് ഞാൻ ഈ ബ്ലേഡ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ചെറിയൊരു പരിപാടി ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു റോപ്പിൽ ഞാൻ ആ ബ്ലേഡ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റോപ്പിൽ സാറ് ചെയ്യേണ്ടത്, ഇതിൽ ഏതെങ്കിലും ഒരു റോപ്പ് മനസ്സിൽ വിചാരിക്കുക. കാരണം ഞാൻ ബ്ലേഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക, ഇനി എങ്ങാനും ഫുൾ റിസ്ക് എടുക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്, റിസ്ക് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, യെസ്, ഏതെങ്കിലും ഒരു റോപ്പ് മനസ്സിൽ വിചാരിക്കാമോ? ഓക്കെ, ഞാൻ ഫ്രീ ആണ്. ആ റോപ്പ് കയ്യിൽ ജസ്റ്റ് എടുക്കാം, ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. വലിക്കണ്ട കേട്ടോ, ഞാൻ പറയാം. ഏതാ റോപ്പ്? യെസ്, എടുത്തു. ഗ്രീൻ അല്ലേ? വലിക്കണ്ട കേട്ടോ. കയ്യിലൊന്നും ഇങ്ങനെ ചൊറച്ച് വെക്കാമോ? കാരണം പിടി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി. യെസ്, അങ്ങനെ പിടിച്ചോ കേട്ടോ. കുറച്ച് ഹൈ വെച്ചു. ഇപ്പോൾ ഇവിടെ ഇതിൽ ബ്ലേഡ് കൈയുടെ അകത്തുണ്ട്. ഈ റോപ്പ് ഫ്രീ ആണെങ്കിൽ ആ കയറങ്ങ് ഊരി വരും അല്ലേ? ഇനി ആ കയറിലാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ, ബ്ലേഡ് കെട്ടിയെങ്കിൽ ടൈറ്റ് ആണ്, എൻ്റെ കൈ മൂവ് ചെയ്യും അല്ലേ? പക്ഷെ ഐ ആം 100% ഷുവർ, ബിക്കോസ് ഞാനാണ് കെട്ടിയത്. പക്ഷെ അതിലില്ല. ഞാൻ ആ ടൈറ്റ് ചെയ്ത് പിടിച്ചതാ. എനിക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഞാനിത് പിടിച്ചിട്ടുണ്ട്, എന്റെ പെർമിഷൻ ഇല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ എന്റെ കൈയാണ് മുറിയ, അപ്പൊ ഞാൻ അതിന് പ്രിക്കോഷൻ എടുക്കണമല്ലോ. ഓക്കെ, സോ ഇത് ഗ്രീൻ പോയി. ഇനിയുള്ളത് 3 കളേഴ്സ് ആണ്. ഒരു കളറും കൂടെ മനസ്സിൽ വിചാരിക്കും. ബ്ലൂ ആണോ? ഓക്കെ, എടുത്തോ. ചൊറച്ച് പിടിച്ചോ, വിട്ട് കളയരുത്. കുറച്ച് ഹൈറ്റിൽ നേരത്തെ ഇങ്ങനെ വെച്ചോ. ഓക്കെ, ഞാൻ പറയാം. റെഡി? 1 2 3 പുൾ. ഇനിയാണ് ക്രൂഷ്യൽ പോയിന്റ്. ഇതിൽ ഏതെങ്കിലും ഒരു കളർ മനസ്സിൽ വിചാരിച്ചാട്ടെ. റെഡ് ആൻഡ് യെല്ലോ ഉണ്ട്, ഏതെങ്കിലും ഒരു കളർ മനസ്സിൽ വിചാരിച്ചാട്ടെ. ഓഫ്കോഴ്സ് നമ്മൾ റെഡ് ഡേഞ്ചർ എന്നുള്ളൊരു സിഗ്നൽ വെച്ചിട്ട് അത് ചിലപ്പോൾ ഒഴിവാക്കും. റെഡ് ഡേഞ്ചർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ എടുക്കാന്നുള്ള ഓപ്ഷൻ വരും. അതൊന്നും വേണ്ട, ഫ്രീ ചോയ്സ് ആണ്. ഏതെങ്കിലും ഒരു കളർ മനസ്സിൽ വിചാരിക്കാം. ഒരു കളർ വിചാരിച്ചല്ലോ മനസ്സിൽ, എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ പറയുന്നു ആ കളർ വേണ്ട. ഓക്കെ, ആ കളർ വേണ്ട, മറ്റേ കളർ അതെടുത്തോ. ആ, ഫസ്റ്റ് വിചാരിച്ചത് എടുക്കരുത്. എനിക്കറിയില്ല ഏതാന്നുള്ളത്, കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല. ജസ്റ്റ് എടുക്കാം. സി വായിച്ചോളാം. ഏതും എടുത്തോ. കൺഫ്യൂഷൻ ആയോ? ഇപ്പൊ കൺഫ്യൂഷൻ ആയോ? ഈ കൺഫ്യൂഷനിൽ നിന്നിട്ട് ഇനി ഒരു കളർ ചൂസ് ചെയ്തേ. ഫൈനൽ. ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചു. ആ കളർ എടുത്തോ. വലിക്കണ്ട, എടുത്തോ. ചുരുട്ടി പിടിച്ചോ. വലിക്കല്ലേ? ഇങ്ങനെ പിടിച്ചോ. ഓക്കെ, ഒരു ചാൻസ് വരികയാണ്, ലാസ്റ്റ് ചാൻസ്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അത് മതിയോ? ഉറപ്പാണോ? ഉറപ്പാണ്. ടൈറ്റ് ചെയ്ത് പിടിച്ചോ. വലിക്ക. അതിലല്ല ആക്ച്വലി. സി, റെഡിലാണ്. ഇതിനും ഒരു സൈക്കോളജി ഉണ്ട് ആക്ച്വലി. റെഡ് എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കിൽ നമ്മൾ തുടങ്ങിയത് എങ്ങനെയാ? ഫസ്റ്റ് മനസ്സിലൊരു പേര് കണ്ടുപിടിച്ചത്
റിസ്ക് ആയിരുന്നു, കണ്ടുപിടിക്കാൻ ചിലപ്പോഴേ പറ്റില്ലായിരുന്നു. പക്ഷെ ഈ ഏറ്റവും ലാസ്റ്റ് ഈ ഇന്റർവ്യൂയുടെ ലാസ്റ്റ് ഞാൻ ഈ ഐറ്റം വെക്കാനുള്ള കാരണം എന്താ, നമ്മൾ തമ്മിൽ അത്രയും കണക്റ്റഡ് ആയിട്ടുണ്ടാവും. സോ എനിക്കത് അറിയാം ഏത് നിങ്ങൾ എടുക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് റെഡിൽ അറ്റാച്ച് ചെയ്തത്. നിങ്ങൾ എപ്പോഴും എന്റെ സേഫ്റ്റിയെ പ്രാധാന്യം കൊടുക്കുള്ളൂ. റെഡ് എന്ന് പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയതുകൊണ്ട് അത് എപ്പോഴും മനസ്സിൽ നിന്ന് മാറും എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ ആദ്യം നേരത്തെ വിചാരിച്ച റെഡ് ആയിരുന്നല്ലേ ഞാൻ മാറ്റാൻ പറഞ്ഞ സമയത്ത്? ഇല്ല, ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറഞ്ഞപ്പോഴും ഞാൻ മാറ്റാതിരുന്നതാണ്. കാര്യം ഈ സജഷൻസ് ഞാൻ എടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ വർക്ക്ഔട്ട് ആയത് നമ്മൾ ഇത്രയും നേരത്തെ സംഭാഷണവും നമ്മുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അവിടെ ഇതിൽ വന്നിട്ടുണ്ട്. അതാണ് റിയാലിറ്റി. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെയാണ് നമ്മൾ ഇതിന് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത്.